ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡബിൾ ഇൻറ്റഗ്രൽ ഓവർ റെക്റ്റാങ്കുലർ റീജിയൻ പറഞ്ഞു. ഇനിയിപ്പോൾ എപ്പോഴും നമുക്കിപ്പോൾ റെക്റ്റാങ്കുലർ ആയിട്ട് തന്നെ റീജിയൻ വന്നോളണമെന്നില്ല. സോ നമ്മൾ നെക്സ്റ്റ് നോക്കാനുള്ളതാണ് ഡബിൾ ഇൻറ്റഗ്രൽ ഓവർ നോൺ റെക്റ്റാങ്കുലർ റീജിയൻ. ഓക്കെ, സോ ലെറ്റ് എഫ് ഓഫ് എക്സ് വൈ ഈസ് കണ്ടിന്യൂസ് ഓൺ എ റെക്റ്റാങ്കുലർ ഓർ നോൺ റെക്റ്റാങ്കുലർ. ചിലപ്പോൾ റെക്റ്റാങ്കുലർ ആകാം അല്ലെങ്കിൽ നോൺ റെക്റ്റാങ്കുലർ ആകാം. റീജിയൻ ആർ ഇൻ ദി എക്സ് വൈ പ്ലെയിൻ. ഫസ്റ്റ് വൺ, ഇഫ് ആർ ഈസ് ഡിഫൈൻഡ് ബൈ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി, g1 of x less than or equal to ഇവിടെ നമുക്ക് g1 of x less than or equal to y less than or equal to g2 of x. അതായത് x വരെ ചെയ്യുന്നത് a to b ആണ്, y വരെ ചെയ്യുന്നതാണ് g1 of x മുതൽ g2 of x വരെ. അത് ഇവിടെ y ആക്കി മാറ്റാം. ഓക്കെ, ഇസ് കാൾഡ് ടൈപ്പ് 1 റീജിയൻ വിത്ത് g1 of x and g2 of x are continuous on the closed interval ab. Then double integral over r f of xy dA equal to integral a to b integral g1 of x g1 of x to g2 of x f of xy dy dx. അതിന് നമ്മൾ ടൈപ്പ് 1 റീജിയൻ എന്ന് വിളിക്കും. അതിന് ടൈപ്പ് 1 മെത്തേഡ് നമുക്ക് വിളിക്കാവുന്നതാണ്. ടൈപ്പ് 1 റീജിയൻ ആണ്. സെക്കൻഡ് വൺ ആണ്, ഇഫ് ആർ ഈസ് ഡിഫൈൻഡ് ബൈ സി ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡി, h1 of y less than or equal to x less than or equal to h2 of y is called type 2 region with h1 of y and h2 of y are continuous on the closed interval cd. Then integral over r f of xy dA equal to integral c to d integral h1 of y h2 of y f of xy dx dy. ഫസ്റ്റ് റീജിയനിൽ എന്തായിരുന്നു, ഫസ്റ്റ് ടൈപ്സിൽ എന്തായിരുന്നു ഉണ്ടായിരുന്നത്, എക്സ് ഒരു പെർട്ടിക്കുലർ വാല്യൂൻ്റെ ഉള്ളിൽ വേരി ചെയ്യുന്നു, ഒരു എ ടു ബി. ദെൻ വൈ എന്ന് പറഞ്ഞാൽ എന്താണ്, എക്സിൻ്റെ ഒരു ഫംഗ്ഷൻ്റെ ഇടയിലാണ് വൈ വേരി ചെയ്യുന്നത്. അതാണ് ടൈപ്പ് 1. ടൈപ്പ് 2 എന്തായിരുന്നു, ഇവിടെ വൈ ആണ് സി ടു ഡി വേരി ചെയ്യുന്നത്, എക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, വൈയുടെ ഒരു ഫംഗ്ഷൻസിൻ്റെ ഇടയിലാണ് വേരി ചെയ്യുന്നത്. ഓക്കെ, ദെൻ നമുക്കൊരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. ഇവാലുവേറ്റ് ഇൻറ്റഗ്രൽ 0 to 1 ഇൻറ്റഗ്രൽ എക്സ് ടു 2 എക്സ് ഡി എക്സ് ഡി വൈ കാൽക്കുലേറ്റ് ചെയ്യണം. സോ നമ്മൾ എന്ത് ചെയ്യണം, ഇറ്ററേറ്റീവ് മെത്തേഡ് അല്ലെങ്കിൽ യൂസ് ചെയ്യുക. സോ ആദ്യം എന്ത് ചെയ്യുക, വിത്ത് റെസ്പെക്ട് ടു വൈ ചെയ്യുക, ദെൻ വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യുക. ദാറ്റ് ഈസ് ഇൻറ്റഗ്രൽ 0 to 1 ഇൻറ്റഗ്രൽ എക്സ് ടു 2 എക്സ് ഡി വൈ ഇൻറ്റു ഡി എക്സ്. ദാറ്റ് ഈസ് നമ്മൾ എന്ത് ചെയ്യുക, വിത്ത് റെസ്പെക്ട് ടു വൈ ആണ് ചെയ്യുക. അപ്പോൾ എക്സ് കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് നമ്മൾ ചെയ്യുമ്പോൾ എന്ത് വരും, ഇൻറ്റഗ്രൽ 0 to 1 എക്സ് ഇൻറ്റു വൈ എവിടെ മുതൽ എവിടെ വരെ വാരി ചെയ്യുന്നത്, എക്സ് ടു 2 ഡി എക്സ്. നമ്മൾ ലിമിറ്റ് കൊടുക്കുക. ദെൻ വി ഗെറ്റ് ഇൻറ്റഗ്രൽ 0 to 1 എക്സ് ഇൻറ്റു 2 മൈനസ് എക്സ് ഡി എക്സ് ആയിട്ട് വരും. ദെൻ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ വി ഗെറ്റ് എക്സ് സ്ക്വയർ മൈനസ് എക്സ് ക്യൂബ് ബൈ 3 ഫ്രം 0 to 1. ദെൻ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് 2/3 കിട്ടും. ഓക്കെ, ഇത് നമ്മൾ ഫിബിനീസ് തിയറം ഫസ്റ്റ് ഫോം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, റെക്റ്റാങ്കുലർ റീജിയനിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് നോക്കാനുള്ള ഫിബിനീസ് തിയറം ആണ് സ്ട്രോങ്ങർ വേർഷൻ ഓഫ് ഫിബിനീസ് തിയറമാണ്. ലെറ്റ് എഫ് ബി കണ്ടിന്യൂസ് ഓൺ എ റീജിയൻ റെക്റ്റാങ്കുലർ ആകാം അല്ലെങ്കിൽ നോൺ റെക്റ്റാങ്കുലർ ആകാം. ഇഫ് ആർ ഈസ് എ ടൈപ്പ് ഓഫ് 1, ടൈപ്പ് 1 റീജിയൻ ആണ് നമ്മൾ ആർ എടുത്തിട്ടുള്ളതെന്ന് വിചാരിക്കുക. ദാറ്റ് ഈസ് ഡബിൾ ഇൻറ്റഗ്രൽ ഓവർ ആർ എഫ് ഓഫ് എക്സ് വൈ ഡി എന്ന് പറഞ്ഞാൽ എന്ത് വരും, ഇൻറ്റഗ്രൽ എ ടു ബി ഇൻറ്റഗ്രൽ g1 to g2 എഫ് ഓഫ് എക്സ് വൈ ഡി വൈ ഡി എക്സ്. അവിടെ എന്താണ്, ആദ്യം വിത്ത് റെസ്പെക്ട് ടു എക്സ് വൈ നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യണം, കാരണം എന്താണ്, അത് ഫംഗ്ഷൻ ഓഫ് എക്സ് ആയതുകൊണ്ട്. ദെൻ വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യാം. ഇനിയിപ്പോൾ ആറ് ടൈപ്പ് 2 റീജിയൻ ആണ് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നേരത്തെ ചെയ്തതിൻ്റെ ഓപ്പോസിഷൻ ആദ്യം വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്തതിന് ശേഷം വിത്ത് റെസ്പെക്ട് ടു വൈ ചെയ്യണം. കാരണം ഇവിടെ എക്സ് എന്താണ്, വൈയുടെ വേരിയബിളിലെ ഫംഗ്ഷൻസ് ആണ് വരുന്നത്. സോ ഇൻറ്റഗ്രൽ ഓവർ ആർ എഫ് ഓഫ് എക്സ് വൈ ഡി എ എന്ത് വരും, ഇൻറ്റഗ്രൽ സി ടു ഡി ഇൻറ്റഗ്രൽ h1 to h2 എഫ് ഓഫ് എക്സ് വൈ ഡി എക്സ് ഡി വൈ വരും. ഓക്കെ, ദ നെക്സ്റ്റ് ആണ് സെറ്റിംഗ് അപ്പ് ലിമിറ്റ് ഓഫ് ഇൻറ്റഗ്രേഷൻ ഫോർ ഇവാലുവേറ്റിംഗ് ഡബിൾ ഇൻറ്റഗ്രൽസ്. ഡബിൾ ഇൻറ്റഗ്രൽ കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമ്മൾ എന്തായാലും ലിമിറ്റ് നമ്മൾ എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം. ഇപ്പോൾ നമ്മൾ പറഞ്ഞു ടൈപ്പ് 1 റീജിയൻ ഉണ്ട്, ടൈപ്പ് 2 റീജിയൻ ഉണ്ട്. രണ്ടിലും എന്ത് ചെയ്യണം, നമ്മൾ ലിമിറ്റ് കൊടുക്കുന്നത് എന്ത് ചെയ്യണം, മാറ്റങ്ങൾ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, 2 ഡയമെൻഷനിൽ നമ്മൾ സ്കെച്ച് ചെയ്യണം. നമ്മുടെ ഫിഗർ നമ്മൾ സ്കെച്ച് ചെയ്തിട്ട് നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ലിമിറ്റ് എവിടെ നിന്ന് എങ്ങോട്ട് മാറുന്നത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതിൽ ഫസ്റ്റ് മെത്തേഡാണ് ഇഫ് വി യൂസ് ഫോർമുല 1. ഫോർമുല 1 ആണ് എന്താണ്, ടൈപ്പ് 1 റീജിയൻ യൂസ് ചെയ്യുകയാണെന്നാണ് അത് മീൻ ചെയ്യുന്നത്. ദാറ്റ് ഈസ് ടൈപ്പ് 1 റീജിയനിൽ എന്തായിരുന്നു, നമ്മൾ എ എന്നാൽ എന്താണ്, എക്സ് എന്ന് പറഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ എ ടു ബി വാരി ചെയ്യുന്നു. അതിൽ വൈ എന്തായിരിക്കും, ഒരു ഫംഗ്ഷൻ ഓഫ് എക്സിലാണ് വേരി ചെയ്യുന്നത്. ഇൻ ഫോർമുല 1 എക്സ് ഈസ് ഹെൽഡ് ഫിക്സ്ഡ് ഫോർ ദി ഫസ്റ്റ് ഇൻറ്റഗ്രേഷൻ, അല്ലേ, ഫസ്റ്റ് ഇൻറ്റഗ്രേഷൻ നമ്മൾ ഫിക്സ് ചെയ്തു. സോ വി ഡ്രോ എ വെർട്ടിക്കൽ ലൈൻ ത്രൂ ദി റീജിയൻ ആർ അറ്റ് ആർബിട്രറി ഫിക്സ്ഡ് വാല്യൂ എക്സ്. അപ്പോൾ നമ്മൾ എന്തെടുത്തു, എക്സ് വേരി ചെയ്യുന്നത് ഒരു പെർട്ടിക്കുലർ എ ടു ബി ആണ് വേരി ചെയ്യുന്നത് എടുത്തു. നമ്മൾ ഒരു വെർട്ടിക്കൽ ലൈൻ നമ്മൾ എടുത്തു. ആ വെർട്ടിക്കൽ ലൈൻ എന്ത് ചെയ്യുക, ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് മാറ്റുവാണെങ്കിൽ എക്സിൻ്റെ വേരിയേഷൻ കിട്ടും. വൈയുടെ വേരിയേഷൻ കിട്ടുന്നത് എന്താണ്, നമ്മളതിന് മുകളിൽ നിന്ന് താഴേക്ക് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ദ ലൈൻ ക്രോസസ് ദി ബൗണ്ടറി ഓഫ് ആർ ട്വൈസ് ദ ലോവർ പോയിന്റ് ഓഫ് ദ ഇൻ്റർസെക്ഷൻ ഈസ് ഓൺ ദ curve y equal to g1 of x and the higher point of the intersection of y equal to g2 of x വരിക.
These two intersection determine the lower and upper y limit of the integration in formula 1 വരും. അതായത് നമ്മൾ ഇതിലൂടെ ഇങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ലോവർ വൈയുടെ ലോവറും വൈയുടെ അപ്പർ ലിമിറ്റ് നമുക്ക് കിട്ടുക. ഇനി ഇമാജിൻ മൂവിങ് ദ ലൈൻ ഡ്രോൺ ഇൻ സ്റ്റെപ്പ് 1 ഫസ്റ്റ് ടു ലെഫ്റ്റ് ആൻഡ് ദെൻ ടു ദി റൈറ്റ്. നമ്മൾ ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും മൂവ് ചെയ്യുമ്പോൾ എന്താണ് അതിൻ്റെ എക്സ് വാരി എന്ന് കിട്ടും. ദ ലെഫ്റ്റ് മോസ്റ്റ് പൊസിഷൻ വേർ ദ ലൈൻ ഇൻ്റർസെക്ട് ദ റീജിയൻ ആർ ഈസ് എക്സ് ഇസ് ഈക്വൽ ടു എ ആൻഡ് ദ റൈറ്റ് മോസ്റ്റ് പൊസിഷൻ അതായിരിക്കും എക്സ് ഇസ് ഈക്വൽ ടു ബി ആയിരിക്കും. ദിസ് ഈസ് ദ ലിമിറ്റ് ഫോർ ദ എക്സ് ഇൻ്റഗ്രേഷൻ ഇൻ ഫോർമുല 1. അപ്പോൾ എക്സിൻ്റെ വേരിയേഷൻ കിട്ടും, വൈയുടെ വേരിയേഷൻ നമുക്ക് അതുപോലെ കൺസിഡർ ചെയ്യാൻ പറ്റും. അത് റിലേറ്റ് ചെയ്തിട്ട് ഒരു ക്വസ്റ്റ്യൻ നെക്സ്റ്റ് വരുന്നത്. ഇവാലുവേറ്റ് ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ എക്സ് വൈ ഡി എ ഓവർ ദ റീജിയൻ എൻക്ലോസ്ഡ് ബിറ്റ്വീൻ y ഈക്വൽ ടു 1/2 എക്സ് y ഈക്വൽ ടു റൂട്ട് എക്സ് എക്സ് ഇസ് ഈക്വൽ ടു 2 ആൻഡ് എക്സ് ഇസ് ഈക്വൽ ടു 4. ഇതാണ് നമ്മളുടെ ആ റീജിയൻ എൻക്ലോസ് ചെയ്തിരിക്കുന്നത് ഈ ഇക്വേഷൻ്റെ ഉള്ളിലാണ്. നമുക്ക് ഈ ഡബിൾ ഇൻ്റഗ്രൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. So the region R and the vertical line corresponding to the fixed x are shown in the figure. നമ്മൾ ഏതൊക്കെ കർവ്സ് എടുക്കേണ്ടത്? y ഈക്വൽ ടു 1/2 എക്സ്, അതായത് ഇതിലൂടെ പാസ് ചെയ്യും 1/2 എക്സ്. ദെൻ y ഈക്വൽ ടു റൂട്ട് എക്സ്, ഈ പാരാബോള പോലെയല്ലേ. y ഈക്വൽ ദെൻ എക്സ് ഇസ് ഈക്വൽ ടു 2 എക്സ് ഇസ് ഈക്വൽ ടു 4. അപ്പോൾ ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന റീജിയനാണ് നമുക്ക് ആവശ്യമുള്ളത്. സോ നമുക്ക് എന്ത് ചെയ്യണം? എക്സ് എവിടെ നിന്ന് എങ്ങോട്ട് വേരി എന്ന് കണ്ടുപിടിക്കണം, y എവിടെ നിന്ന് എങ്ങോട്ട് വേരി എന്ന് കണ്ടുപിടിക്കണം. നമുക്ക് എക്സ് വേരി എന്ന് കണ്ടുപിടിക്കാൻ കഴിയും എന്താണ്? ഈ വെർട്ടിക്കൽ ലൈൻ ഇങ്ങോട്ടും മൂവ് ചെയ്യുക. അപ്പോൾ എന്ത് 2 to 4 ആണ് എക്സ് വരുന്നത്. വൈ വേരി ചെയ്യുന്നത് ഇങ്ങോട്ടാണ്, ഇവിടുന്ന് ഇങ്ങോട്ടാണ്. അതായത് ഈ ലൈനിൽ നിന്ന് ഈ പാരാബോളിലേക്കാണ്, അതായത് 1/2 എക്സ് ടു റൂട്ട് എക്സിലേക്കാണ് വൈ വേരി ചെയ്യുന്നത്. അപ്പോൾ നമ്മൾക്ക് കണ്ടുപിടിക്കാൻ മെത്തേഡ് നമ്മൾ പറഞ്ഞ മെത്തേഡാണ്. ഇത് തൊട്ട് മുമ്പ് ഡിസ്കസ് ചെയ്ത മെത്തേഡ് 1 വെച്ചാണ്. സോ നമുക്ക് അതിന് എന്ത് കിട്ടും? എക്സ് വരുന്നത് 2 to 4ഉം വൈ വരുന്നത് x/2 ടു റൂട്ട് എക്സ് എന്ന് കിട്ടും. സോ ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ എക്സ് വൈ ഡി എ എന്തായിട്ട് മാറും? ഇൻ്റഗ്രൽ 2 to 4 ഇൻ്റഗ്രൽ x/2 ടു റൂട്ട് എക്സ് എക്സ് വൈ ഡി വൈ ഡി എക്സ് ആയിട്ട് മാറും. ദെൻ നേരത്തെ നമ്മൾ ചെയ്ത പോലെ എന്ത് ചെയ്യുക? വിത്ത് റെസ്പെക്ട് ടു വൈ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു, ദെൻ വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യുന്നു. വിത്ത് റെസ്പെക്ട് ടു വൈ ചെയ്യുമ്പോൾ എന്ത് വരും? y² 2 ലിമിറ്റ് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇൻ്റഗ്രൽ 2 to 4 എക്സ് ആയിട്ട് മൾട്ടിപ്ലൈ x² 2 മൈനസ് x³ 8 ഡി എക്സ് വരും. ദെൻ വിത്ത് റെസ്പെക്ട് ടു എക്സ് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യും. ദെൻ വി ഗെറ്റ് x³ 6 മൈനസ് x⁴/32 ഫ്രം 2 to 4. 4ഉം 2 നമ്മൾ ലിമിറ്റ് എടുക്കുന്നു, സോൾവ് ചെയ്യുന്നു. ദെൻ വി ഗെറ്റ് 11/6. ഓക്കെ, ഇതിപ്പോൾ നമ്മൾ റീജിയൻ 1 യൂസ് ചെയ്തിട്ടാണ്. ഇനി റീജിയൻ 2, അതായത് ഫോർമുല 2 യൂസ് ചെയ്തിട്ട് കിട്ടുന്ന മെത്തേഡ്. അതിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? വൈ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. ഇൻ ഫോർമുല 2 വൈ ഹെൽഡ് ഫിക്സ്ഡ് ദ ഫസ്റ്റ് ഇൻ്റഗ്രേഷൻ. സോ വി ഡ്രോ എ ഹൊറിസോണ്ടൽ ലൈൻ. നമ്മൾ നേരത്തെ വെർട്ടിക്കൽ ലൈൻ പകരം ഇവിടെ ഹൊറിസോണ്ടൽ ലൈൻ നമ്മൾ വരച്ചു. എന്നിട്ട് എന്ത് ചെയ്യുക? ഈ ഹൊറിസോണ്ടൽ ലൈൻ നമ്മൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് മൂവ് ചെയ്യുക, അതുപോലെ തന്നെ ഇങ്ങനെ മൂവ് ചെയ്യുക. അപ്പോൾ നമുക്ക് അതിൻ്റെ എക്സും വൈയും വേരി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ദിസ് ലൈൻ ക്രോസസ് ദി ബൗണ്ടറി ഓഫ് ആർ ട്വൈസ്. ദ ലെഫ്റ്റ് മോസ്റ്റ് പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ ഈസ് ഓൺ ദി കർവ് എക്സ് ഇസ് ഈക്വൽ ടു h1 ഓഫ് വൈ ആൻഡ് ദി റൈറ്റ് മോസ്റ്റ് പോയിന്റ് ഓൺ ദി കർവ് ഇസ് ഈക്വൽ ടു എക്സ് ഇസ് ഈക്വൽ ടു h2 ഓഫ് വൈ ആണ് വരിക. These two intersections determine the lower and upper x limit ആണ് നമുക്ക് കിട്ടുക ഇൻ ഫോർമുല ഓഫ് ഇൻ്റഗ്രേഷൻ ഫോർമുല 2. ഓക്കെ, ദെൻ അതിൽ വൈ കണ്ടുപിടിക്കുകയാണെങ്കിൽ നമ്മൾ ഈ ഹൊറിസോണ്ടൽ ലൈൻ നമ്മൾ ടോപ്പിക്കും താഴേക്കും നമ്മൾ മൂവ് ചെയ്യുക. ദെൻ നമുക്ക് അത് സിക്ക് കിട്ടും, താഴേക്ക് പോകുമ്പോൾ ഡിക്ക് ആയിരിക്കും, മുകളിലേക്ക് പോകുമ്പോൾ കിട്ടും. അപ്പോൾ വൈ ഈക്വൽ ടു സി ടു വൈ ഈക്വൽ ടു ഡിയിലേക്കാണ് നമ്മളുടെ അതിൻ്റെ വൈയുടെ ലിമിറ്റ് നമുക്ക് കിട്ടും. സോ അത് വെച്ചാണ് നമ്മൾ ഇനി ഫോർമുല 2 വെച്ച് നമ്മൾ ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ ചെയ്യാം, അപ്പോൾ നമുക്ക് കറക്റ്റ് മനസ്സിലാക്കാൻ പറ്റും. Evaluate double integral over R x y dA over the region R, where R is the first quadrant of the circle x² plus y² equal to x². x² plus y² equal to a² എന്ന് പറഞ്ഞാൽ ഒരു സർക്കിളിൻ്റെ ഇക്വേഷൻ ആണ്. വിത്ത് സെൻറ്റർ ഒറിജിൻ ആൻഡ് റേഡിയസ് എ വരുന്ന ഒരു സർക്കിളിൻ്റെ ഇക്വേഷൻ ആണ്. നമുക്കതിൽ ഫസ്റ്റ് ക്വാഡ്രൻറ്റ് മാത്രമേ ആവശ്യമുള്ളൂ, അതായത് ഈ പോർഷനെ നമുക്ക് ആവശ്യമുള്ളൂ. സോ ഇത് നമുക്ക് എന്താണ്? എക്സിൻ്റെ ലിമിറ്റും വൈയുടെ ലിമിറ്റും കണ്ടുപിടിക്കാം. എക്സ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും എന്താണ്? ഈ ഹൊറിസോണ്ടൽ ലൈൻ നമ്മൾ എന്ത് ചെയ്യാം? ഇവിടെ നിന്ന് ഇങ്ങോട്ട് മൂവ് ചെയ്ത് നമുക്ക് എക്സ് കിട്ടും. അപ്പോൾ എക്സ് ഈ വൈ ഈക്വൽ ടു 0 മുതൽ എന്താണ്? ഈ കേവ് എന്താണ്? റൂട്ട് ഓഫ് എക്സ് ഇസ് ഈക്വൽ റൂട്ട് ഓഫ് a² മൈനസ് y² എക്സ് വരിക. വൈ വേരി ചെയ്യുന്നത് എങ്ങോട്ടാണ്? ഈ ലൈൻ, അതായത് എക്സ് ആക്സിസ് മുതൽ ഈ വൈ ഈക്വൽ ടു എ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ലൈനിലേക്കാണ് വൈ വേരി ചെയ്യുക. The circle x² plus y² equal to a² gives x is equal to നമുക്ക് എന്ത് കിട്ടും? പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് a² മൈനസ് y² എന്ന് കിട്ടും. This the equation x is equal to root of a² minus y² represent the portion of the circle in the first and third quadrant. അപ്പോൾ ഈ റൂട്ട് ഓഫ് a² മൈനസ് y² ഫസ്റ്റ് ക്വാഡ്രൻ്റ് അതുപോലെ തേർഡ് ക്വാഡ്രൻറ്റിലുള്ള ആ സർക്കിളിൻ്റെ പോർഷൻ ആയിരിക്കും. Then the first quadrant is given by x is equal to root of a² minus y². നമ്മൾ എന്ത് ചെയ്യുന്നു? മെത്തേഡ് 2 ആണ് യൂസ് ചെയ്യാൻ പോകുന്നത്. കാരണം എന്താണ്? ഇവിടെ നമുക്ക്
വൈ ഫിക്സ് ആണ്, വൈ ഈക്വൾ എക്സ് ആക്സിസ് മുതൽ ഈ വൈ ഈക്വൾ ടു എ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ലൈനിലേക്കാണ് എന്ത് പോകുന്നത്, നമ്മളുടെ എക്സ് ഈക്വൾ ടു എ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ലൈനിലേക്കാണ് വൈ നമ്മൾ എന്ത് ചെയ്യുന്നത്, വേരി ചെയ്യുന്നത്. സോ നമുക്ക് അവിടെ വൈ ഫിക്സ്ഡ് ആയതുകൊണ്ട് ഇവിടെ എക്സ് ആണ് വേരി ചെയ്യുന്നത്. വി ഗെറ്റ് എക്സ് വാരീസ് ഫ്രം 0 to റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ. അതായത് നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ട് പോയാൽ നമുക്ക് എക്സിൻ്റെ വേരിയേഷൻ കിട്ടും, ഇവിടുന്ന് താഴ്ന്ന് മുകളിലേക്ക് പോയാൽ വൈയുടെ വേരിയേഷൻ കിട്ടും. ദാറ്റ് ഈസ് ദി എക്സ് ലിമിറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ ഈസ് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ വരും. ആൻഡ് ദ വൈ ലിമിറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ ഈക്വൽ ടു എന്താണ്, 0 മുതൽ എ വരേക്കാണ് വൈ വേരി ചെയ്യുന്നത്. ദാറ്റ് ഈസ് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ. ലിമിറ്റ് കിട്ടിയാൽ നമുക്ക് ഇൻ്റഗ്രേഷൻ സുഖമായിട്ട് ചെയ്യാൻ പറ്റും. ഹെൻസ് ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ എക്സ് വൈ ഡി എ ഈക്വൽ ടു എന്ത് വരും, ഇൻ്റഗ്രൽ 0 to എ ഇൻ്റഗ്രൽ 0 to റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എക്സ് വൈ ഡി എക്സ് ഡി വൈ. നമ്മൾ എന്ത് ചെയ്യുന്നു, ആദ്യം വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യുന്നു. കാരണം എന്താണ്, ഇവിടെ എക്സ് ആണ് ഇതൊരു ഫംഗ്ഷൻ ആയിട്ട് വന്നിട്ടുള്ളത്, വൈ എന്താണ് ഫിക്സ്ഡ് ആണ് 0 to എ. സോ നമ്മൾ വിത്ത് റെസ്പെക്ട് എക്സ് ചെയ്യുമ്പോൾ ഇൻ്റഗ്രൽ 0 to എ വൈ ഇൻറ്റു എക്സ് സ്ക്വയർ ബൈ 2 ഫ്രം 0 to റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ. നമ്മൾ ലിമിറ്റ് കൊടുക്കുക, സോൾവ് ചെയ്യാൻ വി ഗെറ്റ് 1/2 ഇൻ്റഗ്രൽ 0 to എ സ്ക്വയർ വൈ മൈനസ് വൈ ക്യൂബ് ഡി വൈ. ദാറ്റ്സ് ഈക്വൽ ടു എന്തൊരു 1/2 എ സ്ക്വയർ വൈ സ്ക്വയർ ബൈ 2 മൈനസ് y raised to 4/4 from 0 to a. That's equal to solve here. Then we get 1/2 a raised to 4/4. That's equal to എന്ത് വരും, 2 വരും. 2 into 4 8 ആയിട്ട് വരും. That is a raised to 4/8 വരും. ഓക്കെ, അപ്പോൾ നോൺ റെക്ടാങ്കുലർ റീജിയൻസ് ആകുമ്പോൾ നമുക്ക് 2 ടൈപ്സ് ഓഫ് ഇൻ്റഗ്രേഷൻ വരുന്നുണ്ട്. ഒന്ന് ഫോർമുല 1ഉം ഫോർമുല 2ഉം ഇമ്പോർട്ടൻ്റ് ആണ്. അവിടെ ലിമിറ്റ് എവിടെ മുതൽ എവിടെ വേരി ചെയ്യുന്നതിൽ കണ്ടുപിടിച്ചാൽ സുഖമായിട്ട് നമുക്ക് ഇൻ്റഗ്രേഷൻ ചെയ്യാൻ പറ്റും. ഓക്കെ, ഓക്കെ. ദെൻ അതിൻ്റെ കൂടെ വരുന്നതാണ് ഇൻറ്റഗ്രേറ്റിംഗ് ബൈ റിവേഴ്സിങ് ദി ഓർഡർ ഓഫ് ഇൻറ്റഗ്രേഷൻ. നമ്മൾ എന്ത് ചെയ്യുക, ഇൻറ്റഗ്രേഷൻ്റെ ഓർഡർ നമുക്ക് റിവേഴ്സ് ചെയ്തിട്ട് നമുക്ക് ഇൻറ്റഗ്രേഷൻ കണ്ടുപിടിക്കാൻ പറ്റും. സംടൈംസ് ദി ഇവാലുവേഷൻ ഓഫ് ആൻ ഇറ്ററേറ്റഡ് ഇൻറ്റഗ്രൽ ക്യാൻ ബി സിംപ്ലിഫൈഡ് ബൈ റിവേഴ്സിങ് ദി ഓർഡർ ഓഫ് ഇൻറ്റഗ്രേഷൻ. ഒരു എക്സാമ്പിൾ നോക്കാം. ഇവാലുവേറ്റ് ഇൻറ്റഗ്രൽ 0 to ഇൻഫിനിറ്റി ഇൻറ്റഗ്രൽ എക്സ് ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് വൈ ബൈ വൈ ഡി വൈ ഡി എക്സ് ബൈ ചേഞ്ചിങ് ദി ഓർഡർ ഓഫ് ഇൻറ്റഗ്രേഷൻ. ഇതിൻ്റെ ഓർഡർ ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യണം, അതിൻ്റെ ഇൻറ്റഗ്രേഷൻ ഇവാലുവേറ്റ് ചെയ്യണം. ഹിയർ ആർ ഈക്വൽ ടു എന്താ, ആർ എന്ന റീജിയൻ എന്താണ്, 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻഫിനിറ്റി ആൻഡ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻഫിനിറ്റി ആണ് നമുക്ക് തന്നിട്ടുള്ള റീജിയൻ. ആൻഡ് ദിസ് റീജിയൻ ഈസ് ഷോൺ ഇൻ ദി ഫിഗർ. ഇതാണ് അല്ലേ, നമ്മളുടെ എക്സ് വരുന്നത് 0 to ഇൻഫിനിറ്റി ആണ്, വൈ വരുന്നത് എക്സ് ടു ഇൻഫിനിറ്റി ആണ്. അപ്പോൾ എക്സ് വരുന്നത് 0 to ഇൻഫിനിറ്റി, വൈ എന്നാൽ എക്സ് ഇസ് ഈക്വൽ ടു വൈ ഈക്വൽ ടു എക്സ് ടു ഇൻഫിനിറ്റിയിലേക്കാണ്. ഇപ്പോൾ ഇതാണ് നമുക്ക് തന്നിട്ടുള്ള റീജിയൻ എന്ന് പറഞ്ഞാൽ. With the help of figure, the same region of integration can be represented by the following system of inequality. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റിയത് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻഫിനിറ്റി ആൻഡ് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ ആയിട്ട് നമുക്ക് അതിനെ മാറ്റാൻ പറ്റും. ദെൻ ദ ഇൻറ്റഗ്രേഷൻ ഇൻറ്റഗ്രൽ 0 to ഇൻഫിനിറ്റി ഇൻറ്റഗ്രൽ എക്സ് ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് വൈ ബൈ വൈ ഡി വൈ ഡി എക്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, തിരിച്ച് നമുക്ക് ഈ ലിമിറ്റ് കൊടുത്തിട്ട് എഴുതാൻ പറ്റും. അതായത് ഇവിടെ നോക്കുക, എക്സ് വരുന്നത് 0 to എന്താണ്, ഇവിടെ 0 to എക്സ് വരെ, ദെൻ വൈ വരുന്നത് 0 to ഇൻഫിനിറ്റി ആയിട്ട് നമുക്ക് മാറ്റാൻ പറ്റും. സോ 0 to ഇൻഫിനിറ്റി എക്സ് ടു ഇൻഫിനിറ്റി ഇ റേസ് ടു വൈ ബൈ വൈ ഡി വൈ ഡി എക്സ് എന്തായിട്ട് മാറും, ഇൻറ്റഗ്രൽ വൈ ഈക്വൽ ടു 0 to ഇൻഫിനിറ്റി ഇൻറ്റഗ്രൽ എക്സ് ഈക്വൽ ടു 0 to വൈ ഇ റേസ് ടു മൈനസ് വൈ ബൈ വൈ ഡി എക്സ് ഡി വൈ. അപ്പോൾ ആദ്യം നമ്മൾ വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യുന്നു, ദെൻ വിത്ത് റെസ്പെക്ട് ടു വൈ ചെയ്യുന്നു. ഓക്കെ, നമ്മൾ എന്ത് ചെയ്തു, ഇൻറ്റഗ്രേഷൻ്റെ ഓർഡർ മാറ്റി. ഇവിടെ വിത്ത് റെസ്പെക്ട് ടു ഇവിടെ നമുക്ക് എന്താ ഉണ്ടായിരുന്നത്, ആദ്യം വിത്ത് റെസ്പെക്ട് ടു വൈ ആയിരുന്നു ഇൻറ്റഗ്രേഷൻ, നമ്മൾ എന്ത് ചെയ്തു, അത് ഓർഡർ മാറ്റി. അപ്പോൾ അതിൻ്റെ ലിമിറ്റും മാറിയിട്ടുണ്ട്. സോ ഇൻറ്റഗ്രൽ 0 to ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് വൈ ബൈ വൈ കോൺസ്റ്റൻ്റ് ആണ്, ദെൻ എക്സ് ഫ്രം 0 to വൈ ഡി വൈ, ദെൻ വി ഗെറ്റ് ഇൻറ്റഗ്രൽ 0 to ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് വൈ ബൈ വൈ വൈ ഡി വൈ, ദെൻ വിത്ത് റെസ്പെക്ട് ടു വൈ നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നു. ദാറ്റ് ഈസ് ഇൻറ്റഗ്രൽ 0 to ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് വൈ ഡി വൈ. ഇ റേസ് ടു മൈനസ് വൈ ഇൻറ്റഗ്രേഷൻ എന്താണ്, മൈനസ് ഇ റേസ് ടു മൈനസ് വൈ ഫ്രം 0 to ഇൻഫിനിറ്റി, ദെൻ വി ഗെറ്റ് മൈനസ് ലിമിറ്റ് വൈ ടെൻഡിങ് ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് വൈ മൈനസ് ഇ റേസ് ടു 0. ഇ റേസ് ടു 0 ആണ് 1 ആണ്, സോ ഇത് ഇതായിട്ട് മാറും, 0 ആയിട്ട് മാറും. ദെൻ വി ഗെറ്റ് മൈനസ് ഓഫ് മൈനസ് 1 ദാറ്റ്സ് ഈക്വൽ ടു 1 ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ ഇൻറ്റഗ്രേഷൻ്റെ ഓർഡർ മാറ്റിയിട്ടും ഇൻറ്റഗ്രേഷൻ കണ്ടുപിടിക്കാനുണ്ടാവും. ഓക്കെ.